നമുക്കു നമ്മളായി നിൽക്കുവാൻ കഴിയണം. നമുക്കു നമ്മളിൽ ഒരാത്മബോധം ഉയരണം. നാട്ടുനന്മകൾ നമുക്ക് വീണ്ടെടുത്ത് ഒരുമയോടെ നറുമണം പരത്തും പൂക്കളായി മാറണം. 1956 നവംബർ 1 ഐക്യ കേരളം രൂപീകൃതമായി. 1956 നവംബർ 11 ബാഫക്കി തങ്ങൾ പ്രസിഡന്റും KM സീതി സാഹിബ് ജനറൽ സെക്രട്ടറിയുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നു. 1957 ഒന്നാം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ നിന്ന് MP അഹമ്മദ് കുരിക്കൽ MLA ആയി. 1960കളിലും കുരിക്കൽ തന്നെയായിരുന്നു MLA. 1965 M മൊയ്തീൻകുട്ടി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് നിയമസഭ ചേർന്നില്ല. രാഷ്ട്രപതി ഭരണമായിരുന്നു. 1967 കൊണ്ടോട്ടിയിൽ നിന്നുള്ള ജനപ്രതിനിധി സയ്യിദ് ഉമ്മർ ബാഫക്കി തങ്ങളായിരുന്നു. 1970 കൊണ്ടോട്ടിയിൽ നിന്ന് പ്രിയപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബ് MLA ആയി. അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ അബ്ദുള്ള കുട്ടി കുരിക്കൽ MLA ആയി. 1975 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 P സീതി ഹാജി കൊണ്ടോട്ടിയിൽ നിന്ന് നിയമസഭാ സാമാജികനായി. 1980, 1982, 1987 വർഷങ്ങളിലും അദ്ദേഹം തന്നെയായിരുന്നു MLA. 1991 പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് KK അബു സാഹിബ് കൊണ്ടോട്ടിയുടെ MLA ആയി. 1996 PKK ബാബ സാഹിബായിരുന്നു MLA. 2001 കൊണ്ടോട്ടിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് KNA ഖാദർ സാഹിബായിരുന്നു. 2006 ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടോട്ടിക്കാരനായ കൊണ്ടോട്ടിയുടെ ആദ്യ MLA ആയി K മുഹമ്മദ് ഉണ്ണി ഹാജി ജനപ്രതിനിധിയായി. 2011 കൊണ്ടോട്ടിയിൽ നിന്ന് K മുഹമ്മദ് ഉണ്ണി ഹാജി MLA ആയി. 2016 വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന TV ഇബ്രാഹിം സാഹിബ് ജനപ്രതിനിധിയായി. 2021 TV തന്നെ കൊണ്ടോട്ടിയിൽ നിന്ന് ജനപ്രതിനിധിയായി തുടരുന്നു. മലയാളിയുടെ പ്രവാസത്തിന് പഴക്കം എത്ര എന്ന ചോദ്യത്തിന് മലയാളിയോളം എന്നാണ് ഉത്തരം. ബർമയും സിലോണും വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ 1960കളിൽ പെട്രോളിന്റെ വ്യാപകമായ നിക്ഷേപം കണ്ടെത്തിയ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മലയാളിയുടെ വ്യാപകമായ കുടിയേറ്റമുണ്ടായത്. ലഭ്യമായ ഏകദേശ കണക്കനുസരിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് തന്നെ ഇൻഡോ അറബ് ബന്ധത്തിന്റെ കണ്ണികളായി ഖത്തറിൽ മലയാളി സാന്നിധ്യമുണ്ട്. പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും ദയനീയതയിൽ ബോംബെ, കൽക്കത്ത, മദ്രാസ്, സിലോൺ, ബർമ എന്നിങ്ങനെ പറന്നു നടന്ന മലയാളിയുടെ ജീവിതമാർഗം തേടിയുള്ള നെട്ടോട്ടത്തിലെ വെപ്രാളങ്ങളുടെ കിതപ്പ് കോർഫുഖാനിലെയും ദോഹയിലെയും കടൽ തീരങ്ങളിലെ മണൽത്തരികളിൽ ഇപ്പോഴും കേൾക്കാം. ഇവിടുത്തെ കാറ്റാണ് കാറ്റ് എന്ന മലയാള ഗാനത്തിലെ വരികൾ പോലെ തന്നെ ചുടുകാറ്റും മണൽക്കാറ്റും തെന്നലായി അനുഭവിച്ചാശ്വസിച്ച് ഈ തീരങ്ങളിൽ ആശ്വാസം കണ്ട മനുഷ്യർ അനേകമായിരുന്നു. തികച്ചും അപരിചിതമായ ദേശം, പരിചിതമല്ലാത്ത ഭാഷാ തീരത്ത് ഇറങ്ങിയാൽ നീണ്ട നടത്തത്തിനിടയിൽ കണ്ടുമുട്ടുന്നയാൾ ഇന്ത്യക്കാരനാണ് എന്നറിയുമ്പോഴുള്ള സമാധാനം, അയാൾ മലയാളിയാണ് എന്ന് കേൾക്കുമ്പോഴുള്ള സുഖം, പരസ്പര സുഖവിവരങ്ങൾ കൈമാറുന്ന സുഹൃത്ബന്ധം അവിടെ ഉടലെടുക്കുന്നതിനിടയിൽ, നാട്ടുവിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ പരസ്പരം വായിച്ചെടുക്കുന്ന ഒന്നാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം ഒന്നാണ് എന്നത്. അതോടെ രൂപപ്പെട്ട ആത്മബന്ധത്തിന് രക്തബന്ധത്തെക്കാൾ ആഴമുള്ളതായി മാറുകയായി. ദോഹ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ കളി കാണാനെത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ കൂടിയിരുത്തത്തിൽ രൂപം കൊണ്ടതാണ് KMCCയുടെ പൂർവ്വരൂപമായ കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ. RO അബ്ദുൽ കലാം സാഹിബ്, ഒരുമനയൂരിലെ അബൂബക്കർ ഷാ, അസൈനാർ ഹാജി കൂത്തുപറമ്പ് തുടങ്ങിയ ഒരുപാട് മഹാന്മാരായ നേതാക്കളുടെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ഖത്തറിലെത്തുന്ന മലയാളികൾക്ക് ആശ്വാസമായി. പ്രസ്ഥാനത്തിന്റെ സേവന പ്രവർത്തനങ്ങളുടെ പ്രയാണ വീതിയിൽ പ്രവർത്തകരുടെ മനസ്സ് തകർക്കുന്ന സംഭവം ഉണ്ടായി. 1975 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ പിളർപ്പ് നെഞ്ചുരുകുന്ന വേദനയുടെ പ്രവർത്തകർ രണ്ട് വിഭാഗമായി. ഒരു ഭാഗം ചന്ദ്രിക റീഡേഴ്സ് ഫോറം എന്ന പേരിലും മറുഭാഗം KMCC എന്ന പേരിലും സജീവമായി. പ്രത്യയശാസ്ത്ര പ്രചരണവും അളവറ്റ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മത്സര ബുദ്ധിയോടുകൂടി തന്നെ ഇരുവിഭാഗവും തുടർന്നുകൊണ്ടിരുന്നു. ആ കാലങ്ങളിൽ കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദോഹയിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തകരായ ഡോക്ടർ അബ്ദുറഹിമാൻ ഹാജി, മായിൻ ഹാജി കോടങ്ങാട്, P മുഹമ്മദ് കുട്ടി ഹാജി, കാരാളിൽ സൈദാലി, പുതിയകത്ത് ഉമ്മർ ബാവ,
കാരാളിൽ മുഹമ്മദ് കുട്ടി, കുഞ്ഞി മുഹമ്മദ് മണിശ്ശേരി, അഹമ്മദ് കുട്ടി കുറുപ്പത്ത്, അങ്ങനെ ആ നീണ്ട നിര നിൽക്കുന്നു. മുൻകാല നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 1984 തന്നെ മലപ്പുറം ജില്ലാ ചന്ദ്രിക റീഡേഴ്സ് ഫോറത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിൽ നിന്ന് ജില്ലാതലത്തിൽ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യ സഹജമാണ്. അത് വീറും വാശിയുമായി മാറി രണ്ടു പ്രത്യയശാസ്ത്രമായി മാറുമ്പോഴും ഒരുമിക്കാനുള്ള മനസ്സ് സർവശക്തന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവുക ചില നിമിത്തങ്ങളിലൂടെയാണ്. ഇസ്ലാമിക ശരീഅത്തിനെതിരായ കടന്നുകയറ്റവും ആക്രമണവും ഉണ്ടായപ്പോൾ സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ ഉപാധികളൊന്നുമില്ലാതെ കോഴിക്കോട് യോഗം ചേർന്നു. അങ്ങോട്ട് പറഞ്ഞതും ഇങ്ങോട്ട് പറഞ്ഞതും ഇനി പറയാനിരിക്കുന്നതിന്റെയും അളവ് തൂക്കി പരസ്പരം ചർച്ച ചെയ്ത് സമയം കളയാതെ മറക്കുക, പൊറുക്കുക എന്ന രണ്ട് വാക്കുമാത്രം ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, ഇനി നമ്മൾ ഒറ്റക്കെട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതോടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ വിവിധ പേരുകളിൽ പ്രവർത്തിച്ചിരുന്ന മുസ്ലിം ലീഗ് പോഷക ഘടകങ്ങളുടെ പേരുകൾ KMCC എന്ന പേരിലേക്ക് മാറ്റി. മുസ്ലിം ലീഗ് ലയനത്തിന് ശേഷം ഡോക്ടർ അബ്ദുറഹ്മാൻ ഹാജി, പി മുഹമ്മദ് കുട്ടി ഹാജി, ഓടക്കൽ മുഹമ്മദ് അലി പൂക്കോട്ടൂർ, സിദ്ദീഖ് വാഴക്കാട്, അലി മുറയൂർ, കോയ കൊണ്ടോട്ടി, അബ്ദുൾ ജലീൽ പള്ളിക്കൽ എന്നിവർ കൊണ്ടോട്ടി നിയോജക മണ്ഡലം KMCCയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചവരാണ്. മായിൻ ഹാജി കോടങ്ങാട്, കാരാളിൽ മുഹമ്മദ് കുട്ടി, പുതിയകത്ത് ഉമ്മർ ഭാവ, ബഷീർ പൂക്കോട്ടൂർ, റഫീഖ് പള്ളിയാളി, അർഷദ് തുറക്കൽ, ഷമീർ മണ്ണറോട്ട് എന്നിവർ കൊണ്ടോട്ടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പദം കൈകാര്യം ചെയ്തു. കുഞ്ഞി മുഹമ്മദ് മണിശ്ശേരി, കാരാളിൽ സൈദാലി, പി അഹമ്മദ് കുട്ടി, മുഹമ്മദ് മുസ്ലിയാരങ്ങാടി, നിസാർ വാഴക്കാട്, യാക്കൂബ് ചീക്കോട്, കമറുദ്ദീൻ ഒളവട്ടൂർ തുടങ്ങിയവർ ട്രഷറർ സ്ഥാനം കൈകാര്യം ചെയ്തു. 3 പഞ്ചായത്തുകളുടെ ഓരം ചേർന്ന് മന്ദസ്മിതം തൂകിയൊഴുകുന്ന ചാലിയാർ പുഴയും 1000 വർഷത്തോളം പഴക്കമുള്ള ജൈന ക്ഷേത്ര പൈതൃക കലവറയായ ഊരകം മലയുടെ താഴ്വാരങ്ങളും തെന്നിന്ത്യയിലെ അലിഗഡ് എന്നറിയപ്പെടുന്ന 1948 മുസ്ലിം ലീഗ് സ്ഥാപിച്ച ഫറൂഖ് കോളേജിന്റെ ഭാഗങ്ങളും EMEA കോളേജും വാഴക്കാട്ടെ ദാറുൽ ഉലൂമും പുളിക്കലിലെ മദീനത്തുൽ ഉലൂമും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ SSLC പരീക്ഷയ്ക്കിരുത്തി മികച്ച വിജയം നേടുന്ന കോട്ടൂക്കര പൂക്കോയത്തങ്ങൾ സ്കൂളും മണ്ഡലത്തിലെ ഗവൺമെന്റ് കോളേജ് ചീക്കോടും കോഴിക്കോട് സാമൂതിരി രാജകുടുംബത്തിന്റെ നെടിയിരിപ്പ് പ്രദേശമായ നെടിയിരിപ്പ് സ്വരൂപവും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ പ്രസിദ്ധമായ കോനാരും പേർഷ്യൻ വാസ്തുശില്പകലയുടെ അവശേഷിപ്പുകൾ അടയാളപ്പെടുത്തുന്ന കൊണ്ടോട്ടിയിലെ കുബ്ബയും തക്കിയാവും കാർഷിക വിളവെടുപ്പിനോടനുബന്ധിച്ച് മതസൗഹാർദ്ദ പാരസ്പര്യത്തിന്റെ അടയാളമായിരുന്ന കൊണ്ടോട്ടി നേർച്ചയും കേരളത്തിലെ മാപ്പിള കലകളുടെ ആസ്ഥാന മന്ദിരമായ മഹാകവി മൊയിൻകുട്ടി വൈദ്യർ സ്മാരകവും പഴയങ്ങാടി പള്ളി, ഒമാനൂർ ശുഹദാക്കളുടെ മസ്ജിദ്, മലബാറികളുടെ ആകാശയാത്രയ്ക്ക് KP കേശവമേനോനും CH മുഹമ്മദ് കോയ സാഹിബും ചിറക് വിരിയിച്ചു കൊടുത്ത വിമാനത്താവളവും കേരളത്തിലെ ആദ്യ റോഡ് എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ പണിത മൈസൂർ കോഴിക്കോട് പാലക്കാട് റോഡിൽ പൂക്കോട്ടൂർ മുതൽ വൈദ്യരങ്ങാടി വരെയുള്ള ഭാഗവും കൊണ്ടോട്ടി മണ്ഡലത്തിലാണ്. 2011 പുനർനിർണയത്തിന് ശേഷം ചീക്കോട്, വാഴക്കാട്, വാഴയൂർ, ചെറുകാവ്, പുളിക്കൽ, മുതുവല്ലൂർ, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി എന്നിവ ഉൾപ്പെട്ടതാണ് നിലവിലെ കൊണ്ടോട്ടി. മഹാകവി മൊയിൻകുട്ടി വൈദ്യർ, ചരിത്ര പണ്ഡിതൻ KK മുഹമ്മദ് അബ്ദുൽ കരീം, സ്വാതന്ത്ര്യ സമര സേനാനിയും മാപ്പിള കവിയുമായിരുന്ന കമ്പളത്ത് ഗോവിന്ദൻ നായർ, പൗരപ്രമുഖനും മലബാറിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന കോയപ്പത്തോടി അഹമ്മദ് കുട്ടി ഹാജി, പണ്ഡിത ശ്രേഷ്ഠൻ കണ്ണിയത്ത് അഹമ്മദ് മുസല്ലിയാർ, PP അബ്ദുൽ ഗഫൂർ മൗലവി, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസല്ലിയാർ, ചന്ദ്രികയുടെ പ്രിയ സന്തതി എന്ന് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിശേഷിപ്പിച്ച റഹീം മേച്ചേരി, പരിസ്ഥിതി പഠനത്തിൽ തങ്ങൾക്ക് പ്രചോദനമെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകർ വിശേഷിപ്പിച്ച വാഴക്കാട്ടെ KA റഹ്മാൻ, പാർലമെന്റിലെ ന്യൂനപക്ഷ ശബ്ദമായ ET മുഹമ്മദ് ബഷീർ സാഹിബ്, പ്രമുഖ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക, മലയാളത്തിന്റെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് TA റസാഖ്, മാപ്പിളപ്പാട്ടിനെ ജനകീയവൽക്കരിച്ച VM കുട്ടി, വിളയിൽ ഫസീല തുടങ്ങിയവരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നാട്ടിൽ നിന്ന് കുടുംബം പോറ്റാൻ മറുനാട്ടിൽ കഴിയുമ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത കൈവിടാത്തവരാണ് KMCC പ്രവർത്തകർ. കൊണ്ടോട്ടി മണ്ഡലം KMCC നടത്തിയ സന്നദ്ധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രസക്തമായതിൽ ചിലത് 1980കളിൽ ചന്ദ്രികയിൽ കനിവുള്ളവരുടെ കാരുണ്യം തേടി വന്നിരുന്ന സഹായ അഭ്യർത്ഥനകളിൽ സഹായിക്കുകയും പാർട്ടി സമ്മേളനങ്ങൾക്ക് സപ്ലിമെന്റുകളും ആശംസാ ബോർഡുകളും നൽകലുമായിരുന്നു പ്രവർത്തനങ്ങൾ.
കാലോചിതമായ മാറ്റങ്ങൾക്കനുസരിച്ച് സേവന പ്രവർത്തനങ്ങളിൽ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായി. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന് തന്റെ തൂലിക കൊണ്ട് ഒരു ജീവിതം സമർപ്പിച്ച മഹാമനുഷ്യൻ. താൻ ജോലി ചെയ്യുന്ന പത്രത്തിന്റെ അവസാന മിനുക്ക് പണികളും ഉറപ്പുവരുത്തി പ്രിന്റിംഗിലേക്ക് അയച്ച ശേഷം പത്രം വിതരണത്തിന് കൊണ്ടുപോകുന്ന വാഹനത്തിൽ യാത്ര ചെയ്യവേ പ്രസ്തുത വാഹനം അപകടത്തിൽപ്പെടുകയും തന്നെ താനാക്കിയ പ്രസ്ഥാനത്തിന്റെ പത്രത്തിന്റെ പേജുകളിൽ ചോര വീണ് മരിക്കുകയും ചെയ്ത ലോകത്തിലെ തന്നെ ഏക പത്രാധിപർ റഹീം മേച്ചേരിയിലെ പ്രതിഭയെ മനസ്സിലാക്കി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജന്മനാടിന്റെ ആദരം നൽകിയത് സംഘടനാ പ്രവർത്തനങ്ങളിലെ ഏറ്റവും ആത്മസംതൃപ്തി ലഭിച്ച പ്രവർത്തനവും മുസ്ലിം ലീഗ് നേതാക്കളും സംഘടനാ പ്രവർത്തകരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ അടയാളപ്പെടുത്തലും കൂടിയായിരുന്നു. കോഴിക്കോട് CH സെന്ററിന് ആദ്യമായി ആധുനിക സൗകര്യങ്ങളുള്ള 2 ആംബുലൻസുകളാണ് മണ്ഡലം കമ്മിറ്റി നൽകിയത്. മഞ്ചേരിയിൽ CH സെന്റർ രൂപീകരിക്കാനുള്ള പ്രഥമ ഫണ്ട് 1.25 ലക്ഷം രൂപ നൽകിയത് കൊണ്ടോട്ടി മണ്ഡലം KMCC ആണ്. സേവന വീതിയിൽ തങ്ങൾക്ക് ഏറെ സന്തോഷം നൽകിയ മറ്റൊരു പ്രവർത്തനവുമുണ്ട്. നിർധനർക്ക് സഹായമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നാട്ടിൽ ബൈത്തുറഹ്മ വീടുകൾ നൽകുന്ന കാലം. 35 വർഷക്കാലം പ്രവാസ ജീവിതം നയിച്ചിട്ടും സ്വന്തമായി വീട് നിർമ്മിക്കാൻ കഴിയാതിരുന്ന കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ അംഗത്തിന് പ്രവാസിക്ക് ഒരു ബൈത്തുറഹ്മ എന്ന ആശയം മുൻനിർത്തി ഹ്രസ്വ സന്ദർശനാർത്ഥം ഖത്തറിലെത്തിയ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും അന്നത്തെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളുടെയും സാന്നിധ്യത്തിൽ ഫണ്ട് ഉദ്ഘാടനം നടത്തി പ്രവർത്തനം തുടങ്ങി വീട് നിർമ്മാണവും പൂർത്തിയാക്കി നൽകി. കൊണ്ടോട്ടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന് ആസ്ഥാനം പണിതപ്പോൾ അന്നത്തെ ഏറ്റവും ആധുനിക ശബ്ദ സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തത് മണ്ഡലം കമ്മിറ്റിയായിരുന്നു. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി വാഴയൂർ പഞ്ചായത്തിൽ റഹീം മേച്ചേരി കുടിവെള്ള പദ്ധതി എന്ന പേരിൽ കിണർ നൽകി. കേരളത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് സെന്ററായ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ സെന്റർ സഹായം അഭ്യർത്ഥിച്ച സമയത്ത് ആവശ്യമായ സഹായങ്ങൾ ഖത്തറിൽ നിന്ന് ലഭ്യമാക്കാൻ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയായിരുന്നു മുൻകൈയെടുത്തതും പ്രവർത്തിച്ചതും. ലക്ഷങ്ങളുടെ വിദ്യാഭ്യാസ ചികിത്സാ സഹായങ്ങൾ, പ്രവാസി ക്ഷേമനിധിയിലും വിവിധ പെൻഷൻ പദ്ധതികളിലും അംഗങ്ങളെ ചേർക്കലും പ്രവർത്തകർക്ക് അവ പരിചയപ്പെടുത്തലും പ്രവാസി വോട്ട് ചേർക്കൽ, കരിപ്പൂരിന്റെ ചിറകരിയാൻ അനുവദിക്കില്ല എന്ന വിഷയത്തിൽ വിവിധ സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ടേബിൾ ടോക്ക്, മണ്ഡലത്തിലെ അംഗങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതി വഴി കോവിഡ് കാലഘട്ടത്തിൽ ഏകദേശം 1.25 കോടി രൂപയോളം പലിശരഹിത വായ്പ നൽകിയത്, പ്രവാസികളുടെ വിവിധ ആവശ്യങ്ങൾ പാർലമെന്റിലും നിയമസഭയിലും ഉന്നയിക്കാവുന്ന വിധത്തിൽ തയ്യാറാക്കിയ പ്രവാസി അവകാശ രേഖ ആദ്യമായി തയ്യാറാക്കിയത് കൊണ്ടോട്ടി മണ്ഡലം KMCC ആണ്. 2016 കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹഭാരതം പരിപാടിയിൽ ET മുഹമ്മദ് ബഷീർ സാഹിബ് ഇത് സമർപ്പിച്ചു. ഖത്തറിലെ ഇന്ത്യൻ അംബാസഡറായി ചുമതലയേറ്റ കുമരൻ പങ്കെടുത്ത പൊതുപരിപാടി കൂടിയായിരുന്നു ഇത്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആപ്തവാക്യത്തെ മുൻനിർത്തി എല്ലാ വർഷവും പ്രസ്തുത പരിപാടി നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായി ആരവം എന്ന പേരിൽ മണ്ഡലത്തിലെ അംഗങ്ങൾക്ക് വേണ്ടി വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. ഫിറോസ് ബാബു മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് പ്രഥമ ട്രോഫി നേടിയത് കൊണ്ടോട്ടി മണ്ഡലം KMCC ആയിരുന്നു. സംഘടനാ പ്രവർത്തകർക്ക് ഉദ്ബോധനം നടത്താൻ പ്രയാണം, അവേക്കനിംഗ് എന്നീ പേരുകളിൽ സംഘടിപ്പിച്ച പരിപാടികളും വേരുകൾ തേടി എന്ന പേരിൽ ലീഡേഴ്സ് ക്യാമ്പും കമ്മിറ്റി സംഘടിപ്പിച്ചു. ഉംറ യാത്രാ മധ്യേ ദോഹയിൽ നിന്ന് ശാരീരിക അസ്വാസ്ഥ്യം നേരിട്ട് മരണപ്പെട്ട മണ്ഡലം സ്വദേശിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ നിയമപരമായും മറ്റുള്ള അടിയന്തര ഇടപെടലുകൾ നടത്തിയതടക്കമുള്ള ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങൾ. ഖത്തറിൽ ആദ്യമായി KMCC വനിതാ കമ്മിറ്റി മണ്ഡലം തലത്തിൽ രൂപീകരിച്ചത് കൊണ്ടോട്ടി മണ്ഡലം KMCC ആണ്. മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവാത്ത ഒരു വൈറസ് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ആശങ്കയിൽ നിർത്തി സാമൂഹ്യ അകലം തീർത്ത COVID-19 കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ KMCCകൾ നടത്തിയ സേവന പ്രവർത്തനങ്ങളിൽ കൊണ്ടോട്ടി മണ്ഡലം ഖത്തർ KMCCയും കൃത്യമായ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തി. മണ്ഡലത്തിന്റെയും മറ്റും അതിർത്തി വരമ്പുകൾ നോക്കാതെ ഭക്ഷണത്തിനും മരുന്നിനും കിടക്കാൻ ബുദ്ധിമുട്ടും അനുഭവിച്ച 600-ലധികം ആളുകൾക്ക് ഭക്ഷണവും നിരവധി പേർക്ക് മരുന്നും എത്തിച്ചു. ഒരു വട്ടം കൂടി നാട്ടിലേക്കൊന്ന് പറന്നെത്താൻ കൊതിയെന്ന മനസ്സുള്ളവരെയും വഹിച്ച് നാട്ടിലേക്ക് പറന്ന എയർ ഇന്ത്യ വിമാനം കരിപ്പൂരിൽ തകർന്നു വീണപ്പോൾ കോവിഡ് തീർത്ത സാമൂഹിക അകലം മനുഷ്യജീവൻ രക്ഷിക്കാൻ തടസ്സമല്ല എന്ന ബോധ്യത്തോടെ ദുരന്ത നിവാരണങ്ങളിൽ സജീവമായി പങ്കെടുത്ത കൊണ്ടോട്ടിക്കാരെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. അവിടെ സഹായത്തിന് ആദ്യം എത്തിയവരിൽ നാട്ടിൽ അവധിക്ക് പോയ പ്രദേശവാസികളായ KMCC പ്രവർത്തകർ കൂടിയുണ്ടായിരുന്നു എന്നത് ഞങ്ങളുടെ അഭിമാനം ഇരട്ടിയാക്കുന്നു.
അന്ന് ദുരന്ത നിവാരണത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും കൊണ്ടോട്ടിയുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി TV ഇബ്രാഹിം സാഹിബിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ക്വാറന്റൈൻ സംവിധാനങ്ങളുടെ ചെലവ് ഏറ്റെടുക്കാൻ ഖത്തർ KMCC കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയും തയ്യാറായി. കൊറോണയുടെ ഭീകരകാലത്ത് നാടണയാൻ കൊതിച്ചവർക്ക് ഖത്തർ KMCC സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലേക്കും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരേ സമയം വിമാനങ്ങൾ പറത്തിയതടക്കം 34 വിമാനങ്ങൾ ചാർട്ട് ചെയ്തപ്പോൾ സ്പൈസ് ജെറ്റ് വിമാന കമ്പനിയുമായി നേരിട്ട് കരാറുണ്ടാക്കി വിമാനം പറത്തിയ മണ്ഡലം കമ്മിറ്റിയാണ് കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി. ഖത്തർ KMCC കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി ഖത്തറിൽ നിന്നുള്ള പ്രവാസികൾക്കായി ചാർട്ടർ സർവീസ് നടത്തി. ദോഹയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള സർവീസ് വഴി 181 പേരാണ് നാട്ടിലെത്തിയത്. ചെയ്തു തീർത്ത സേവന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടവ മാത്രം എടുത്തു പറയുമ്പോൾ നിരവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റികളുടെയും പ്രവർത്തകരുടെയും മേൽഘടകങ്ങളുടെയും പ്രിയപ്പെട്ട ഞങ്ങളുടെ ജനപ്രതിനിധിയുടെയും ഉപദേശ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം സ്മരിക്കുന്നു. 2022 അബ്ദുൾ ജലീൽ പള്ളിക്കൽ പ്രസിഡന്റും ഷമീർ മണ്ണറോട്ട് ജനറൽ സെക്രട്ടറിയും കമറുദ്ദീൻ ഒളവട്ടൂർ ട്രഷററുമായി വന്ന കമ്മിറ്റിയാണ് നിലവിലെ കമ്മിറ്റി. യഹൂബ് കൊളമ്പലം, നാനാക്കൽ മുഹമ്മദ് അലി, ഷബീർ വെട്ടത്തൂർ, മജീദ് മുസലിയാരങ്ങാടി എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. അർഷദ് തുറക്കൽ, മുഹമ്മദ് ഷമീം OK, അബ്ദുള്ള മുസ്ലിയാരകത്ത്, ജവാദ് വാഴയൂർ എന്നിവരാണ് സെക്രട്ടറിമാർ. യഹൂബ് കൊളമ്പലവും മജീദ് മുസലിയാരങ്ങാടിയും പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ പോയ ഒഴിവുകളിലേക്ക് ഷമീർ പുതിയകത്തിനെ വൈസ് പ്രസിഡന്റായും ഷഫീഖ് പുത്തൻവീട്ടിലിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. KMCC സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് വട്ടപ്പാറ, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി കോയ കൊണ്ടോട്ടി, ജില്ലാ ട്രഷറർ റഫീഖ് പള്ളിയാളി എന്നിവരും മുൻ ICBF MC അംഗം അബ്ദുൾ റൌഫ് കൊണ്ടോട്ടി എന്നിവർ സീനിയർ നേതാക്കളുമാണ്. നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റികൾ: വാഴക്കാട് KM മുഖ്താർ പ്രസിഡന്റ്, ആഷിഖ് PC ജനറൽ സെക്രട്ടറി, റാഷിൽ PV ട്രഷറർ സ്ഥാനവും അലങ്കരിക്കുന്നു. ഷമീം OK, ഷബീർ K, ഫൈസ് E, ജുരേജി എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ്. ഫൈസ് എടപ്പട്ടി, ഷിഹാബ് TK, നവാബ് ഹുസൈൻ, ഫസൽ റഹ്മാൻ T, അസദുൽ ഇസ്ലാം എന്നിവർ സെക്രട്ടറിമാരുമാണ്. ചീക്കോട് പഞ്ചായത്ത് അബ്ദുല്ല മുസ്ലിയാരകത്ത് പ്രസിഡന്റും ഷഫീഖ് പടിയൻചാലിൽ സെക്രട്ടറിയും ബഷീർ മാടശ്ശേരി ട്രഷററുമാണ്. വീരാൻകുട്ടി താഷ്കന്റ്, മുജീബ് പറപ്പൂര്, സാദിഖ് പൊന്നാടൻ, ഹമീദ് ഹുദവി വെട്ടുപാറ വൈസ് പ്രസിഡന്റുമാരും. മുസ്തഫ OP കുനിത്തലക്കടവ്, റിയാസ് ഹുദവി മാങ്കടവ്, സാദിഖ് പള്ളി പുറായ, നസറുദ്ദീൻ ചീക്കോട് എന്നിവർ സെക്രട്ടറിമാരുമാണ്. പുളിക്കൽ പഞ്ചായത്ത് സാദിഖ് പ്രസിഡന്റും ഫിറോസ് PT ജനറൽ സെക്രട്ടറിയും കമറുദ്ദീൻ PA ട്രഷറർ സ്ഥാനവും അലങ്കരിക്കുന്നു. അഹമ്മദ് റഫീഖ്, ഷംസീർ AK, അബ്ദുൽ ഷുക്കൂർ, അബ്ദുൽ ഷെരീഫ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരും. മുഹമ്മദ് അലി ഷാ, മുഹമ്മദ് വഹാബ്, അഫ്സൽ കാട്ടാളി, ബസീം കട്ടിൽ തൊടി എന്നിവർ സെക്രട്ടറിമാരുമാണ്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി അർഷദ് തുറക്കൽ പ്രസിഡന്റും മുഹമ്മദ് ഷബീബ് ജനറൽ സെക്രട്ടറിയും ഷഫീഖ് ഹുദവി ട്രഷറർ സ്ഥാനങ്ങളും അലങ്കരിക്കുന്നു. അനസ് ചിറയിൽ, കരീം കോടങ്ങാട്, ഖാലിദ് മാത്ര, റബി റഹ്മാൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ്. ഫൈസൽ പാലക്കൽ, തൗസീഫ് കൊട്ടുകര, നവാസ് ചിറയിൽ, ഷിഹാബ് കാരി എന്നിവർ സെക്രട്ടറിമാരായി പ്രവർത്തിക്കുന്നു. സേവന വീതിയിൽ മാതൃസംഘടനയുടെ ആദർശത്തിന് പ്രത്യയശാസ്ത്ര പിന്തുണ ലഭിക്കുന്ന വിധത്തിൽ കർമ്മനിരതരാവുക എന്ന ചിന്ത പ്രവർത്തകരോട് സവിനയമുണർത്തി മനുഷ്യ സഹജമായ പോരായ്മകളും മറ്റും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചും സവിനയം ഈ ദൃശ്യാവിഷ്കാരം സമർപ്പിക്കുന്നു. KMCC കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി, ഖത്തർ.